തൃക്കാക്കര നഗരസഭയിൽ 2 LDF കൗൺസിലർമാരെ അയോഗ്യരാക്കിയ UDF ഭരണസമിതി തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്റ്റേ ചെയ്തതിനെ തുടർന്ന് ഇരുവരും നഗരസഭയിൽ തിരിച്ചെത്തി. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ 2 പേർക്കും LDF സ്വീകരണം നൽകി. സുനി കൈലാസൻ, ഉഷ പ്രവീൺ എന്നിവരെയാണ് ചുവപ്പ് ഹാരമണിയിച്ച് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചത്. തൃക്കാക്കര നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരാണ് തങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഉജ്ജ്വല സ്വീകരണം നൽകിയത്. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ LDF കൗൺസിലർമാരായ സുനി കൈലാസൻ, ഉഷ പ്രവീൺ എന്നിവരെ ചുവന്ന ഹാരമണിയിച്ച് സ്വീകരിച്ചു. ചെണ്ടമേളം അകമ്പടിയേകി. UDF ഭരണസമിതിയുടെ വിവേചനപരമായ തീരുമാനത്തിനേറ്റ തിരിച്ചടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്റ്റേ എന്ന് നഗരസഭയിൽ തിരിച്ചെത്തിയ ഇടത് കൗൺസിലർമാർ പറഞ്ഞു. തുടർച്ചയായിട്ട് ഞാൻ 3 മാസം ഒരൊറ്റ കൗൺസിലും പങ്കെടുക്കാതെ ഇരുന്നിട്ടില്ല. എല്ലാ മാസവും 3 മാസമാണല്ലോ എല്ലാവരും പറയണത് കൗൺസിലിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യത എന്നുള്ളത്. ശരി, അപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ എന്തിന്റെ പേരിലാണ് എന്നെ അയോഗ്യയാക്കി മാറ്റി നിർത്തിയത് എന്ന്. തുടർച്ചയായി 3 മാസം സ്ഥിരം സമിതി യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നതിനെ തുടർന്ന് UDF അംഗങ്ങളായ അജിത തങ്കപ്പൻ, രജനി ജീജൻ, LDF അംഗങ്ങളായ ഉഷ പ്രവീൺ, സുനി കൈലാസൻ എന്നിവർ നഗരപാലികാ നിയമപ്രകാരം സ്വമേധയാ അയോഗ്യരായെന്ന വിവരം നഗരസഭാ സെക്രട്ടറി നോട്ടീസ് മുഖേന ഇവരെ അറിയിക്കുകയായിരുന്നു. നഗരസഭാ കൗൺസിലിന്റെ അധികാരം ഉപയോഗിച്ച് തങ്ങളെ തിരിച്ചെടുക്കണമെന്ന കൗൺസിലർമാരുടെ അപേക്ഷയിൽ LDF അംഗങ്ങളെ മാത്രം അയോഗ്യരാക്കുകയും UDF അംഗങ്ങളുടെ അംഗത്വം നിലനിർത്താനും UDF ഭരണസമിതി തീരുമാനിച്ചു. ഒരേ അപേക്ഷയിൽ വിവേചനപരമായ തീരുമാനമെടുക്കുന്നത് നീതിയല്ലെന്ന നഗരസഭാ സെക്രട്ടറിയുടെ വിയോജനം മറികടന്നായിരുന്നു UDF രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി LDF അംഗങ്ങളെ മാത്രം പുറത്താക്കാൻ തീരുമാനിച്ചത്. ഭരണസമിതിയുടെ വിവേചനപരമായ തീരുമാനത്തെ ചോദ്യം ചെയ്ത് LDF കൗൺസിലർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതി പരിഗണിച്ച് അയോഗ്യരാക്കിയ നടപടി സ്റ്റേ ചെയ്യുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.